റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഇവിടെ ആദ്യം വന്നിട്ടുള്ള ആക്ടിവിറ്റി നംല ഉൽ ഫറാഖ ബിൽ മുനാസിബി എന്നാണ്, യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിൽ വിട്ടുപോയ ഓരോ ഭാഗങ്ങൾ അത് ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, ബാക്കി ലിസാനിലെ ഗ്രാമർ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പൂരിപ്പിക്കാൻ. ഇതിൽ ഒന്നാമത്തത് ഹളറൽ ജമീഉ, അല്ലേ, എല്ലാവരും ഹാജരായി. ഇതിൽ അൽ ജമീഉ, ഈ ജമീഉ എന്നുള്ളത് എന്താണ്? ഫായിലാണോ, മഫ്ഊലാണോ, ഫീലാണോ? ഇതിൽ ജമീഉ എന്നുള്ളത് എന്താണ്? ഫായിലാണ്. അപ്പോൾ ഇവിടെ ഫായിലുൻ എന്ന് എഴുതുക, അല്ലേ. ഹളറ എന്താണ്? ഫീലും ജമീഉ ഫായിലുമാണ്. അപ്പോൾ ഫായിലുൻ എന്നുള്ളത്, അല്ല, ജമീഉ എന്നുള്ളത് ഫായിലാണ്. രണ്ടാമത്തേത് ഗസല ഡാഷ് അസിയാബ. ഗസല എന്ന് പറഞ്ഞാൽ കഴുകി എന്നാണ്. പിന്നെ സിയാബ് പറഞ്ഞ വസ്ത്രം. ഇവിടെ അൽ ഉമ്മു, അൽ അബു, അൽ ഉഖ്തു എന്നുണ്ട്. ഇവിടെ ഗസല എന്നുള്ള ഫീല് മുദക്കറാണ്. കാരണം ഇവിടെ ലാസ്റ്റ് താ, ഈ ഗസലത്ത് എന്ന് വരുമ്പോഴാണ് അത് മുഅന്നസാവുള്ളൂ. താ ഇല്ലല്ലോ, അപ്പോൾ മുദക്കറാന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇവിടെ മുദക്കറൻ, ഇവിടെ ഫീല് മുദക്കറാണ്. അപ്പോൾ ഫായിലും മുദക്കറായിട്ട് തന്നെ വരണം. അവിടെ ഉമ്മ എന്നുള്ളത് മുഅന്നസാണ്, അതേപോലെ ഉഖ്ത് എന്നുള്ളതും മുഅന്നസാണ്. ഉമ്മ അതേപോലെ സഹോദരിയൊക്കെ മുഅന്നസാണ്. പിന്നെ ഇവിടെ മുദക്കറായിട്ടുള്ളത് അബു മാത്രമാണ്. അപ്പോൾ അബു എന്നാണ് അത് യോജിക്കുക. ഗസലൽ അബു അസിയാബ. അപ്പോൾ എന്തായി? പിതാവ് വസ്ത്രം കഴുകിയെന്നായി. ഇനി മൂന്നാമത്തത് തഖ്റഉ. തഖ്റഉ പറഞ്ഞാൽ ഓതും, എന്ത്, അല്ലെങ്കിൽ വായിക്കും. ഡാഷ് അൽ ജരീദ, പത്രം. ആരാണ് പത്രം വായിക്കുക? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തഖ്റഉ എന്നുള്ളതിൽ ഇവിടെ താ ഫസ്റ്റ് ഉണ്ടായതുകൊണ്ട് മനസ്സിലാക്കുക മുഅന്നസാണ്. അപ്പം ഇനി ഇവിടെ ഫായിലും മുഅന്നസായിട്ട് വരണം. ഇവിടെ അൽ ജദ്ദു എന്നുണ്ട്, ജദ്ദത്തു എന്നുണ്ട്, ഉസ്താദ് എന്നുണ്ട്. ജദ് അഥവാ വല്ലിപ്പ, ഉസ്താദ്, ഇത് രണ്ടും മുദക്കറാണ്, മുഅന്നസ് ആണല്ലോ. അപ്പോൾ ജദ്ദത്തു എന്നാണ് വരിക. അപ്പോൾ തഖ്റഉൽ ജദ്ദത്തു, വല്ലിമ്മ എന്ത് ചെയ്തു? പത്രം വായിക്കുന്നു, അങ്ങനെ പറയാം. 4 അൽ ഹബലു, കയറ്. ഇവിടെ ശരിക്ക് ആദ്യം ഡാഷ് വരേണ്ടിയിരുന്നു, എന്നിട്ടാണ് ഹബിൽ വരേണ്ടത്. അഥവാ ഇവിടെ ഈ ഹബിൽ എന്നുള്ളത് ഫസ്റ്റ്, ആദ്യം ഡാഷ് വന്നിട്ട് പിന്നെയാണ് അൽ ഹബല എന്നാണ് വേണ്ടത് ശരിക്ക്. അൽ ഹബലു. അപ്പോൾ ഏതാണ് വരിക? ഹബിൽ പറഞ്ഞാൽ കയറാണ്. ഇവിടെ ഖത്തി എന്നൊക്കെ ഉണ്ട്. ഇത് മജ്ഹൂലാണല്ലോ, ഇവിടെ എന്താണ്? മജ്ഹൂലാണ് വരേണ്ടത്. അപ്പോൾ അത് ഖുത്തി എന്നാണ്. മാളിയാവുമ്പോൾ നമുക്കറിയാലോ, ഫസ്റ്റ് ലൊമ്മ്, രണ്ടാമത്തെ അക്ഷരം കസറായിരിക്കും, മൂന്നാമത്തത് ഫത്ഹായിരിക്കും. ഖുത്തി അൽ ഹബലു, അങ്ങനെയാണ് വരിക. കയറ് മുറിക്കപ്പെട്ടു. ഇനി 5ാമത്തത് അലിംതു ഡാഷ് അത്വാലിബ നാജിഹുൻ. അലിംതു ഞാൻ അറിഞ്ഞു, അത്വാലിബ വിദ്യാർത്ഥി, നാജിഹുൻ വിജയിച്ചവനാണ്. അപ്പോൾ ഇനി അതിൽ ഏതാണ്? ഇവിടെ ത്വാലിബ എന്നുണ്ട്. നമ്മൾ ഇന്ന, അന്നാക്ക, അന്നലാക്കിന്ന, ലൈത്ത, ലഅല്ലൊക്കെ പഠിച്ചു. അതിൻ്റെ പിന്നെ ഇവിടെ ത്വാലിബ എന്നുള്ളത് അത് ഇവിടെ നസ്ബായതുകൊണ്ട് അവിടെ ലൈത്തയാണോ ലാക്കിന്നയാണോ അന്നയാണോ കൊടുക്കുക? ഇവിടെ അന്നയാണ് കൊടുക്കുക. അന്ന ത്വാലിബ നാജിഹുൻ, തീർച്ചയായും വിദ്യാർത്ഥി പിന്നെ വിജയിച്ചവനാണ് എന്ന് ഞാൻ അറിഞ്ഞു എന്നർത്ഥം പറയാം. ഇനി 2ാമത്തത് നക്തുബുൽ ജംഅ എന്നാണ്. ജംഅ ഇതാനാണ്. ഒരു 5 വാക്കുകളുണ്ട്, അതിൻ്റെ ജംഅ എഴുതി കൊടുക്കുക. ഇവിടെ മുഫ്രദാണുള്ളത്. ഒന്ന് സായിറാണ്, അല്ലേ. സായിർ സന്ദർശകൻ. അപ്പോൾ സന്ദർശകർ അത് ജംഅ ആക്കുമ്പോൾ കുറേ ആൾക്കാർ എങ്ങനെ ആക്കുക? സുവാറുൻ എന്നാണ്. സായിറുൻ ജംഅ സുവാറുൻ. 2 ദലീലുൻ, തെളിവ്, അല്ലേ. അപ്പോൾ തെളിവുകൾ എന്നുള്ളതിനെങ്ങനെ പറയാം?
ദലായിലുൻ എന്നാണ് പറയുക. ദലായിലുൻ തെളിവ്. ഇനി മൂന്നാമത്തേത് താജിർ കച്ചവടക്കാരൻ. അപ്പോൾ കച്ചവടക്കാർ ജം ആക്കുമ്പോൾ തുജാറുൻ എന്നാണ് വരിക. തുജാറുൻ. പിന്നെ 4 മൽബസുൻ വസ്ത്രം. അപ്പോൾ അത് വസ്ത്രങ്ങൾ എന്ന് ജമാക്കുമ്പോൾ മലാബിസുൻ എന്നാണ് വരിക. മലാബിസുൻ. 5-മത്തേത് ഖരീബൻ. ഖരീബ് പറഞ്ഞാൽ കുടുംബം അല്ലെങ്കിൽ ബന്ധു എന്നൊക്കെ പറയാം. അത് അതിൻ്റെ ജമ ബന്ധുക്കൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയും? ഖരീബൻ ജമ അഖാരിബു അങ്ങനെ പറയാം. അഖാരിബു. സായിറുൻ ജമ സുവാറുൻ. ദലീലുൻ ജമ ദലായിലു. പിന്നെ താജിറുൻ ജമ തുജാറുൻ. മൽബസുൻ ജമ മലാബിസുൻ. ഖരീബുൻ ജമ അഖാരിബ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ ജവാബ്, ഉത്തരം എഴുതാനാണ്. ഇവിടെ 4 ചോദ്യം കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അൽ ഫിഅലു മാഹുവ എന്നാണ്. ഫീല് എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഫീലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസിൻ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അതാണ് ഫീല്. സൂചിപ്പിക്കുന്നതാണ് ഫീല്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറബി തന്നെ പഠിച്ച് അറബി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുതിയ നിയമം അനുസരിച്ച് അറബിയിൽ ചോദ്യം ഉള്ളതിനൊക്കെ അറബി തന്നെ ഉത്തരം എഴുതണം. അറബി മലയാളത്തിലാകുമ്പോൾ കുറച്ച് മാർക്ക് കമ്മിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അറബി തന്നെ പഠിച്ച് അറബിയിൽ തന്നെ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തത് എന്താണ്? കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസ് എന്നാണ് ഫീലിൻ്റെ ആൻസർ. ഫീൽ എന്നാൽ എന്തുള്ളതിൻ്റെ ആൻസർ. രണ്ടാമത്തത് അൽ ഫായിലു മാഹുവ എന്നാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം ഇതാണ്. അൽ ഫായിലു ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫീലു എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മിനാണ് ഫായിൽ എന്ന് പറയുക. എന്താണ്? ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫീലു. ഇനി മൂന്നാമത്തത് അൽ മുബ്തദഉ മാഹുവ എന്നാണ്. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം ഇതാണ്. അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയത്തി. ഇസ്മിയായ ജുംലകളുടെ തുടക്കത്തിലുള്ള ഇസ്മിനാണ് ഇതെന്ന് പറയാം, മുബ്തദ എന്ന് പറയാം. എന്താണ്? ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയത്തി. ഒക്കെ സിമ്പിളാണ്. 4 അഖവാത്തു ഇന്ന മാഹിയ. ഇന്നയുടെ അഖവാത്തുകൾ എഴുതാനാണ്. ഏതൊക്കെയാണ്? ഇന്ന അതിൻ്റെ അഖവാത്ത് മറ്റൊന്ന് അന്നയാണ്. പിന്നെ ക അന്ന അടുത്തത്. പിന്നെ ലാക്കിന്ന എന്നാണ് അടുത്തത്. ലാക്കിന്ന. പിന്നെ ലൈത്തയാണ് അടുത്തത്. ലൈത്ത. പിന്നെ അവസാനം ലഅല്ല. ഏതൊക്കെയാണ് ഇന്നയുടെ അഖവാത്ത്? അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇനി 4-മത്തത് സ്വഹിഹിൽ ഖത്ത് എന്നാണ്. തെറ്റുള്ളത് ശരിയാക്കാനാണ്. തെറ്റ് ശരിയാക്കാനാണ്. അതിൽ 2 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇന്നല്ലാഹു തവ്വാബൻ എന്നാണ്. ഇവിടെ ഒരു തെറ്റുണ്ട്. അത് തെറ്റെന്ത് ചെയ്യുക? ശരിയാക്കുക. ഇവിടെ ഇന്ന വന്നാൽ ഇന്നൻ്റെ ഇസ്മ് അല്ലെങ്കിൽ മുബ്തദ ഖബറൊക്കെ ഉണ്ടല്ലോ. എന്താണ്? ഇവിടെ ഇന്നല്ലാഹു എന്നാണ്. ഇവിടെ ഇന്ന വന്നാൽ അവിടെ റഫ് അല്ല ചെയ്യേണ്ടത്, നസ്ബാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നല്ലാഹ എന്നാണ് വരിക. ഇന്നല്ലാഹ എന്നാണ് വരേണ്ടത്. പിന്നെ അതിൻ്റെ ഖബർ ഉണ്ടല്ലോ, തവ്വാബൻ എന്നാണ് ഖബർ. അതിന് നസ്ബല്ല വരേണ്ടത്, റഫ് ആണ് വരേണ്ടത്. അപ്പോൾ തവ്വാബുൻ എന്നാണ് വരിക. തവ്വാബുൻ. ഇന്നല്ലാഹ തവ്വാബുൻ എന്നാണ് വരിക ശരിക്ക്. 2-മത്തത് ലഅല്ലൽ മരീളു നായിമൻ എന്നാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇന്നാക്ക്, അന്നാക്ക്, അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല അതൊക്കെ വന്നാൽ അതിൻ്റെ മുബ്തദക്ക് പിന്നെ നസ്ബും ഖബറിന് റഫ്ഉം ചെയ്യണമെന്നാണ്. ഇവിടെ ലഅല്ലൻ്റെ മുബ്തദ മരീളാണ്. ഇവിടെ റഫ് ആണ് ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണ്. എന്താണ് ചെയ്യേണ്ടത്? നസ്ബാണ് ചെയ്യേണ്ടത്. ലഅല്ലൽ മരീള എന്നാണ് വേണ്ടത്. മരീള. എന്നിട്ട് ഇവിടെ അതിൻ്റെ ഖബർ നസ്ബാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. അവിടെ റഫ് ആണ് വരേണ്ടത്. നായിമുൻ എന്നാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ലഅല്ലൽ മരീള നായിമുൻ എന്നാണ്. അപ്പോൾ അതങ്ങനെ ശരിയാക്കാം. ഇനി 5-മത്തെ ആക്ടിവിറ്റി നുഅരിബു അറബിയാക്കാനാണ്. അതിൽ 1
തീർച്ചയായും അറിവ് വെളിച്ചമാണ്. തീർച്ചയായും എന്നുള്ളതിന് നമുക്ക് ഇന്ന കൊടുക്കുക അല്ലേ. അറിവ് എന്നുള്ളതിന് ഇൽമ് എന്നാണ് പറയുക. അപ്പോൾ ഇന്ന അന്നൊക്കെ വന്നാൽ അതിൻ്റെ അതിന് മുബത്തദക്ക് നസ്ബ് ചെയ്യണം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇന്നൽ ഇൽമ അതിൻ്റെ ഖബറിന് റഫ് ചെയ്യണം. ഇനി പ്രകാശമാണ് വെളിച്ചമാണ് എന്നാണ് വരേണ്ടത്. അതിന് നൂറുൻ എന്നാണ് പറയുക. നൂറുൻ. ഇവിടെ ഇൽമ ഫത്തഹ് നസ്ബ് വരണം, ഇവിടെ ലൊമ്മ വരണം, റഫ് വരണം. അതാണ്. പിന്നെ രണ്ടാമത്തേത് കുട്ടി പിതാമഹനെ സന്ദർശിച്ചു എന്നാണ്. സന്ദർശിച്ചു അതാണ് ഫേല്. അതാദ്യം ചെയ്ത സാറ. ആരെ സന്ദർശിച്ചത്? കുട്ടിയാണ്. അതാണ് ഫായില്. അത് അടുത്തതായിട്ട് ചെയ്ത സാറ തിഫ്ലു അല്ലേ. സാറ തിഫ്ലു. ആരെ സന്ദർശിച്ചത്? പിതാമഹനെയാണ്, വല്ലിപ്പാനെ. അപ്പോൾ അൽ ജദ്ദ എന്ന് എഴുതണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫായിലിന് റഫ് ആണ്. ഇതാ തിഫ്ലാന്നോ തിഫ്ലീന്നൊന്നും പറ്റില്ല, തിഫ്ലു എന്ന് തന്നെ വേണം. മഫ്ഊലിന് നസ്ബാണ് വരേണ്ടത്. അപ്പോൾ ജദ്ദ എന്ന് തന്നെ വേണം. ജദ്ദീന്നോ ജദ്ദു എന്നൊന്നും പറ്റില്ല. അതും കൂടി ശ്രദ്ധിക്കണം എഴുതുമ്പോൾ. അപ്പോൾ തീർച്ചയായും അറിവ് വെളിച്ചമാണ്. ഇന്നൽ ഇൽമ നൂറുൻ. കുട്ടി പിതാമഹനെ സന്ദർശിച്ചു. സാറ തിഫ്ലു അൽ ജദ്ദ. ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ്? നുക്കമ്മിൽ ജദ്വല. ഈ പട്ടിക പൂർത്തീകരിക്കാനാണ്. ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, ജുംലകൾ തന്നിട്ടുണ്ട്. അതിലെ ഫിഅല് ഈ ഭാഗത്തേക്ക് എഴുതുക, മഫ്ഊല് ഇവിടേക്ക് എഴുതുക, ഫായിൽ ഇവിടേക്ക് എഴുതുക. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചൊരു ഓർഡർ അതന്നെ അതിൽ ചിലപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഫെയില്, ഫായില്, മഫ്ഊല് അങ്ങനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കൽ. പക്ഷേ ഇവിടെ ഫീല് കഴിഞ്ഞിട്ട് പിന്നെ മഫ്ഊലാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തതാണ് ഫായില്. മൂന്നാമത്തുള്ളത് രണ്ടാമതായിട്ടും രണ്ടാമതുള്ളത് മൂന്നാമതായിട്ടും ഇങ്ങനെ മാറ്റി മറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മഫ്ഊലും ഫായിലും. അതൊന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇവിടെ ഒന്നാമത്തത് സനാത്തിൽ ഉമ്മു തുആമൻ എന്നാണ് അല്ലേ. ഉമ്മ എന്ത് ചെയ്തു? ഭക്ഷണം പാകം ചെയ്തു എന്നാണ്. അതിൽ സനാത്താണ് ഫേല്. ഇനി മഫ്ഊലാണ്. മഫ്ഊല് തുആമാണ് മഫ്ഊല്. അപ്പോൾ അതാണ് ആദ്യം ഇവിടെ എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കണം. തുആമൻ. ഫായില് ഉമ്മുമാണ്. അപ്പോൾ ഫായില് ആരാണ് ചെയ്തത്? ഉമ്മയാണല്ലോ. അപ്പോൾ അൽ ഉമ്മു എന്നുള്ളത് ഇവിടെ എഴുതുക. ഇനി രണ്ടാമത്തെ ലഖിയ സ്വാലിഹുൻ അൽ അസ്ദിഖാ. സ്വാലിഹ് കൂട്ടുകാരെ കണ്ടുമുട്ടി എന്നാണ്. അതിൽ ഫേല് നമ്മളിവിടെ എഴുതണം. ലഖിയാണ് ഫേല്. ലഖിയ കണ്ടുമുട്ടി എന്നുള്ളത്. മഫ്ഊല് ആരെയാണ്? അസ്ദിഖാ കൂട്ടുകാരെയാണ്. അപ്പോൾ അൽ അസ്ദിഖാ എന്നിവിടെ മഫ്ഊലിൻ്റെ ഭാഗത്ത് എഴുതുക. ഫായിൽ ആരാണ്? സ്വാലിഹാണ്. അപ്പോൾ സ്വാലിഹുൻ എന്നിവിടെ എഴുതാം ഫായിലിൻ്റെ സ്ഥാനത്ത്. ഇനി മൂന്നാമത്തത് ലബിസത്ത് സ്വാലിഹത്ത് അൽ മലാബിസ. സ്വാലിഹ വസ്ത്രങ്ങൾ ധരിച്ചു എന്നാണ്. അതിൻ്റെ ഫീല് ലബിസത്താണ്. അത് ഫീലിൻ്റെ ഭാഗത്ത് എഴുതാം. പിന്നെ മഫ്ഊലാണല്ലോ രണ്ടാമത് ഇവിടെ വേണ്ടത്. അപ്പോൾ അൽ മലാബിസ എന്നുള്ളതാണ് മഫ്ഊൽ. അൽ മലാബിസ. പിന്നെ ഫായില് സ്വാലിഹത്തു എന്നാണ്. അപ്പോൾ സ്വാലിഹത്തു എന്നുള്ളത് ഇവിടെ എഴുതാം, ഫീലിൻ്റെ അവിടെ എഴുതാം. നാലാമത്തത് ഖറ അൽ ഖുർആന അൽ അബു. ഒന്ന് ശ്രദ്ധിക്കണം. ഖറ അൽ ഖുർആന അൽ അബു എന്നാണ്. ഇവിടെ ഖറാറിന ഓതി, അൽ ഖുർആൻ ഖുർആനിനെ ഓതി. ആരാ ഓതിയത്? അൽ അബു ഉപ്പയാണ് ഓതിയത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ചെറിയൊരു മാറ്റമുണ്ട് അവിടെ. ഖറ ഫീലാണ്, ഖുർആനാണ് മഫ്ഊൽ വരുന്നത്. ഇതുവരെയൊക്കെ മൂന്നാമതുള്ളതാണ്. ഇവിടെ ഇതാണ് മഫ്ഊൽ, ഇവിടെ ഇതാണ്, ഇവിടെ ഇതാണ്, ഇവിടെയാണ് വരുന്നത് ഖുർആന. അതാണ് മഫ്ഊൽ. അൽ അബു എന്നുള്ളതാണ് ഫായിൽ. ഒന്നാമത്തത് ഫീല്, രണ്ടാമത്തത് ഫായിൽ, മൂന്നാമത്തത് മഫ്ഊൽ എന്നുള്ള ആ ഒരു ഓർഡറിൽ തന്നെ എല്ലാതും വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ചിലത് മാറി വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്നുള്ളത് അർത്ഥം കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാന്നർത്ഥം. അഞ്ചാമത്തത് സറ അൽ ബഖ്ല മുഹമ്മദ് എന്നാണ്. ഇവിടെയും ഇത് രണ്ടും മഫ്ഊൽ രണ്ടാമതും ഫായിൽ മൂന്നാമതുമാണ് വന്നിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. സറ ആണ് ഫീല് അല്ലേ. മുഹമ്മദ് ചീര കൃഷി ചെയ്തു എന്നാണ് സറ. അപ്പോൾ ബഖ്ലാണെന്ത് മഫ്ഊലായിട്ട് വരിക. എന്താ ചെയ്തത്? ചീരയാണല്ലോ. അപ്പോൾ ബഖ്ല. ആരാ ചെയ്തത്? മുഹമ്മദാണ്. അത് ഫായിലായിട്ട് വരും, മുഹമ്മദുൻ. അപ്പോൾ ഇങ്ങനെ നമുക്കത് വേർതിരിക്കാം. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു. പരിഭാഷപ്പെടുത്താനാണ്. ഒരു 4 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് പരിഭാഷപ്പെടുത്തിയത്. അതിലൊന്നെന്താണ്?
അൽ ബൈത്തു ജദീദുൻ ലാക്കിന്നൽ ബാബ ഖദീമുൻ എന്നാണ്. അൽ ബൈത്തു വീട് ജദീദുൻ പുതിയതാണ്. ലാക്കിന്ന പക്ഷേ അൽ ബാബ വാതിൽ ഖദീമുൻ പഴയതാണ്. അപ്പം ഇങ്ങനെ ഇതും വീട് പുതിയതാണ് പക്ഷേ വാതിൽ പഴയതാണ്. വീട് പുതിയതാണ് പക്ഷേ വാതിൽ പഴയതാണ്. രണ്ടാമത്തത് ലൈത്ത തുറാബു ദഹബുൻ. ലൈത്ത തുറാബു അല്ലേ, ലൈത്ത പറഞ്ഞാൽ ആണെങ്കിൽ ആയെങ്കിൽ എന്നൊക്കെ അർത്ഥമാണ് പറയാം. തുറാബ് പറഞ്ഞാൽ മണ്ണ്, ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണം. അപ്പം മണ്ണ് സ്വർണ്ണമായെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതങ്ങനെ ഇതാ ലൈത്ത തുറാബു ദഹബുൻ മണ്ണ് സ്വർണ്ണമായെങ്കിൽ. ലൈത്ത തുറാബ ദഹബുൻ എന്നാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് അസ്സമാഉ സ്വാഫിയത്തുൻ. സമാ പറഞ്ഞ ആകാശം, സ്വാഫിയത്തുൻ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞതാകുന്നു എന്നാണ്. അപ്പോൾ ആകാശം തെളിഞ്ഞതാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അസ്സമാഉ സ്വാഫിയത്തുൻ ആകാശം തെളിഞ്ഞതാകുന്നു. നാലാമത്തത് സജനൽ മലിക്കു യൂസഫ് അലൈഹിസ്സലാം. സജന പറഞ്ഞാൽ ജയിലിലടച്ചു എന്നാണ്. സിജിന് ജയിൽ, സജന ജയിലിലടച്ചു. ആരടച്ചത്? അൽ മലിക്കു രാജാവാണ് അടച്ചത്. ആരെയാണ് അടച്ചത്? യൂസഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിയെ. അപ്പം നമുക്കിങ്ങനെ എഴുതാം, യൂസുഫ് നബിയെ രാജാവ് ജയിലിലടച്ചു അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ രാജാവ് യൂസുഫ് നബിയെ ജയിലിലടച്ചു അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. രാജാവ് യൂസുഫ് നബിയെ ജയിലിലടച്ചു. സജനൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം. രാജാവ് യൂസുഫ് നബിയെ ജയിലിലടച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.